മെഹുവ മൈത്ര പറയുന്നുണ്ട് മറ്റേ റിസൈനിങ് അല്ല ഇവർക്ക് പരിചയം, പിന്നെ മാപ്പെഴുതിയിട്ടേ പരിചയമുള്ളൂ എന്ന് പറയും. റെസിഗ്നേഷൻ എഴുതാൻ പോലും അറിയില്ല എന്നാണ് പറയുന്നത്. ഇതിൽ എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് ഈ ഗോഡി മീഡിയ ഇവർ അധിക്ഷേപിച്ച് വിടുന്നുണ്ട്. അവർ എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ്. അവർ എക്സ്പോസ്ഡ് ആയത് മാത്രമല്ല, ഇവർ ആട്ടി വിടുകയാണ്, ഇവരുടെ കോലെടുത്ത് വലിച്ചെറിയുന്നു, അവരെ പിന്നെ അധിക്ഷേപിച്ച് ഓടിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോഡി മീഡിയ എന്ന് വളരെ കൃത്യമാണ്. അപ്പോൾ അപമാനിതരായിട്ട് ഈ മാധ്യമപ്രവർത്തകർ ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യയിൽ ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വാർത്ത വരില്ല എന്ന് ഈ ഏതെങ്കിലും മീഡിയക്ക് വിചാരിച്ചാൽ അത് നടക്കൂല എന്ന് ആ കാലം കഴിഞ്ഞു. അപ്പോൾ ഇവരെ ആക്ഷേപിച്ച അതേ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ ഇവരെ ആക്രമിച്ചു പറഞ്ഞിട്ട് ഹർജി തന്നു. ആ ഹർജി മൂപ്പര് കേൾക്കാൻ പോലും തയ്യാറായില്ല. സത്യം ഇപ്പോഴും ആ ഈഗോ അടിച്ചിരിക്കുകയാണ്. മൂപ്പരെ വാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായല്ലോ. വീഡിയോ കാണാൻ ഇവിടെ എനിക്ക് സമയമില്ല, നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞത്. അപ്പോൾ അവിടെ പിന്നെ മുസ്ലിമായിട്ടുള്ള ആളുകൾ നിസ്കരിക്കുമ്പോൾ മഴയത്ത് വെയിലത്തോ മഴയത്തോ കുട പിടിച്ചു കൊടുക്കുന്ന വിഷ്വൽ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സന്യാസിയും പിന്നെ മതപണ്ഡിതനുമായിട്ടുള്ള ആളുകൾ, ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകൾ, എവിടെ നിന്നാണ് ഭക്ഷണം വരുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ട് ഓർഡർ ചെയ്യാം, ഡെലിവറി അവിടെ കൊടുക്കാൻ പറയാം. നരേന്ദ്രമോദി സർക്കാർ 3ാം ടൈമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 12ാമത്തെ വർഷത്തിലെത്തി നിൽക്കുകയാണ്. വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഈ സർക്കാർ നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇക്കാലയളവിലൊക്കെ CAA സമരം നമ്മൾ കണ്ടതാണ്. ആ സമയത്താണ് കോവിഡൊക്കെ രൂപപ്പെട്ട് കോവിഡാനന്തരം ആ സമരം പതുക്കെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അതിനുശേഷം രാജ്യം ഡിസ്കസ് ചെയ്യുന്ന, ലോകം ശ്രദ്ധിക്കുന്ന ഒരു പുതിയ സമരം ഡൽഹിയിൽ ജന്തർ മന്ദറിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. CJP, കോക്രോച്ച് ജനതാ പാർട്ടി. BJPയുടെ പേരിനോടൊക്കെ സാമ്യമുള്ളൊരു പേരാണ്. പക്ഷേ ജെൻസി കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫീഡുകൾ നിറയെ ജന്തർ മന്ദറിലുള്ള ഓരോ വിഷ്വൽസുമാണ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും. അങ്ങനെ ഇൻസ്റ്റഗ്രാം മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. 25 മില്യൺ ഫോളോവേഴ്സാണ് ഇന്ന് അവരുടെ CJPയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിനുള്ളത്. അത് 2.5 കോടി യുവാക്കൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. 2.5 കോടി യുവാക്കൾ അവരെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണോ? പണ്ട് ജന്തർ മന്ദറിൽ തന്നെ ആയിരുന്നു അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ രൂപപ്പെടുത്തിയെടുത്തൊരു മാറ്റം ഉണ്ടായിരുന്നു. കോൺഗ്രസ് സർക്കാർ അവിടെയാണ് വീഴുന്നത്. അതേപോലെ ഒരു മാറ്റമായി ഇതിനെ കാണാൻ പറ്റുമോ? അതായത് ഒരു പാറ്റകളുടെ വിപ്ലവം, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാറ്റകളിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇതിൽ ഞാൻ കാണുന്നത്, ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം, ഇപ്പോൾ നേരത്തെ പിന്നെ കർഷക സമരമാണ് അവർ നേരിട്ടൊരു പ്രധാനപ്പെട്ട ഒരു സമരം. അതുപോലെ തന്നെ CAA പ്രൊട്ടസ്റ്റ്. പക്ഷേ CAA പ്രൊട്ടസ്റ്റിന് ഒരു മൂവ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ കോവിഡ് വന്ന് സ്റ്റക്കായി. പക്ഷെ അതിനുശേഷം ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രക്ഷോഭമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഇങ്ങനെയൊരു റേഞ്ചിലേക്ക് പോകുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ കർഷകരാണ് സമരം ചെയ്ത ഒരു വിഭാഗം. പിന്നെ CAA പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള അതിനൊരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് മതരഹിതമായ, ജാതിരഹിതമായ ഒരു മിഡിൽ ക്ലാസ്, അതായത് ഒരു അതിനെ പ്രിവിലേജ്ഡ് മിഡിൽ ക്ലാസ് എന്ന് പറയാം. അത് അവർ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളൊരു പ്രിവിലേജ്ഡ് മിഡിൽ ക്ലാസ്സാണ്. ഞങ്ങളിലേക്ക് താഴെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്താകും എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീം രംഗത്തേക്ക് വരികയാണ്. ഇത് കുട്ടികളാണ്. ഇത് ഏത് കുട്ടികളെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ പിന്നെ സ്ഥിരം ഈ അരാഷ്ട്രീയമായിട്ടുള്ള ഒരു വകുപ്പ് നമുക്കിടയിൽ എപ്പോഴും ഉണ്ടാവും. അതായത് നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം, അതെ, നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് തിന്നാം എന്ന് പറയുന്ന ടീം. പക്ഷെ അവരിൽ പൊളിറ്റിക്സ് ഇടപെട്ടു എന്നുള്ളതാണ്. അതായത് അവർക്ക് മനസ്സിലായി തുടങ്ങി, എന്ത്, നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിലും നമ്മളിൽ ഇടപെടുന്ന സാധനമാണ് പൊളിറ്റിക്സ് എന്ന് മനസ്സിലായപ്പോഴാണ് അവർ പൊളിറ്റിക്സിലേക്ക് ഇടപെട്ടത്. അതൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലല്ല എങ്കിൽ കൂടി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സപ്പോർട്ട് കൂടി വേണമെന്ന് അവർക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ല, അതിപ്പോൾ എനിക്കും തോന്നിയത്, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇതുവരെ ഒരു പൊളിറ്റിക്സിലും ഒന്നും ഇടപെടാത്ത കുറേ പയ്യന്മാരെ സ്റ്റോറികൾ നിറയെ ഈ ഡൽഹിയിലെ വിഷ്വൽസാണ്. നമ്മളൊക്കെ തരിച്ചു നിന്ന് പോവുകയാണ് എന്താ അവിടെ സംഭവിക്കുന്നത്. ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു സിസ്റ്റത്തിനോടുള്ള വിരോധം, അതായത് സിസ്റ്റം മാറണം എന്നാഗ്രഹിക്കുന്ന ഒരു ജൻസി ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുന്നു. അവർക്ക് പിന്നെ വർഗീയതയില്ല,
മതവും ജാതിയൊന്നുമില്ല. അവർ വി ആർ ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, പീപ്പിൾ ഓഫ് ഇന്ത്യ അത് പറഞ്ഞിട്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടാണ് അവർ വരുന്നത്. അംബേദ്കറുടെ ഫോട്ടോ വെച്ചിട്ട്. അതായത് ഇതിൽ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട്. നീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു പ്രതീക്ഷയായിട്ടുള്ള പരീക്ഷ, അതിൽ ക്രമക്കേട് നടക്കുന്നു. ഇപ്പോൾ ഈ 2021 മുതലുള്ളൊരു കണക്ക് വെച്ച് നോക്കിയാൽ 93 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊരു ഈ പരീക്ഷാ സമ്മർദ്ദത്തിൽ അതിൻ്റെ ഇടക്കാണ് 2026 മെയ് മാസത്തിൽ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നു. അതിനുശേഷം 14 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അതൊരു 30-40 ദിവസത്തിനുള്ളിലാണ് ഈ 14 കുട്ടികളുടെ ആത്മഹത്യ വരുന്നത്. അപ്പോൾ ആ ആത്മഹത്യ വരുന്നത് വളരെ താഴേക്കടയിൽ നിന്ന് കുട്ടികളുണ്ട്, വലിയ വീടുകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അതായത് അവർ വളരെ പ്രതീക്ഷയോടെ ഒരു പരീക്ഷ എഴുതി നല്ല മാർക്ക് പ്രതീക്ഷിച്ച കുട്ടികൾ, അവരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ കുടുംബം സഹിച്ചൊരു സ്ട്രെയിനുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നു, കോച്ചിങ് സെൻറ്ററുകളിൽ പോകുന്നു. ആ കുട്ടികൾക്ക് ഇനിയൊരു അറ്റംപ്റ്റിൽ ഒരു പക്ഷേ അങ്ങനെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അങ്ങനെ കുട്ടികളിലേക്ക് വരുന്നൊരു അമിത സമ്മർദ്ദമുണ്ട്, രക്ഷിതാക്കളുടെ അവസ്ഥ. അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യാണ്. ഇവിടെയാണ് ഈ സംഗതി ഫോം ചെയ്ത് വരുന്നത്. അതിൻ്റെ ഇടക്കാണ് 2026 മെയ് 15 സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വാദം വരുമ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്നു, ഈ തൊഴിലില്ലാത്ത ഈ ചെറുപ്പക്കാരുദ്ദേശിച്ചിട്ട് ഇവർ പാറ്റകളും പരാന്നഭോജികളൊക്കെയാണ്. അങ്ങനെയാണ് BJPയുടെ പേരിനെ തന്നെ പരിഹസിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് CJP രൂപപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് തുടങ്ങിയത്. അതെ. അതായത് ഇതിൽ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് തുടങ്ങിയൊരു സാധനം, അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് തുടങ്ങിയൊരു സാധനം. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം ആം ആദ്മിയുടെ ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ പവർ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ സറ്റയർ എന്നുള്ള നിലക്ക്, ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്നുള്ള നിലക്ക് സ്റ്റാർട്ട് ചെയ്തൊരു സംഗതി, അതായത് വോയിസ് ഓഫ് ദി ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നാണ് അതിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ വന്നത്. അതായത് ഞങ്ങൾ മടിയന്മാരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത് ഗ്രൗണ്ടിലേക്ക് വരുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ. അല്ല, തുടക്കത്തിൽ വന്നപ്പോൾ അത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നില്ല. ഫസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ പരാജയമായിരുന്നു. പക്ഷേ ഇത് ഗ്രൗണ്ടിലേക്ക് വരുന്നു. അവർ കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുന്നു. അതിലൊന്ന് പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള, അത് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ ഒരു ശബ്ദമാണ്. മറ്റൊന്ന് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് നടത്തിയവരെ പിടികൂടണം എന്നുള്ളതാണ്. അവർ വളരെ കൃത്യമായിട്ടുള്ള കുറച്ച് ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ സാധനം. അപ്പോൾ ഒന്ന് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട്, അതായത് വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസിനെയും രാജ്യസഭാ സീറ്റോ ലോക്സഭാ സീറ്റോ കൊടുക്കാൻ പാടില്ല, അവരുടെ ഡിമാൻഡാണ്. അല്ല, അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഇവരെ ആക്ഷേപിച്ച അതേ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ ഇവരെ ആക്രമിച്ചു പറഞ്ഞിട്ട് ഹർജി തന്നു. ആ ഹർജി മൂപ്പര് കേൾക്കാൻ പോലും തയ്യാറായില്ല. മൂപ്പര് ഇപ്പോഴും ആ ഈഗോ അടിച്ചിരിക്കുകയാണ്. മൂപ്പരെ വാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടായല്ലോ, വീഡിയോ കാണാൻ എനിക്ക് സമയമില്ല, നിങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞേ. മറ്റൊന്ന്, ഈ വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ UAPA ചുമത്തി അകത്താക്കണം എന്നാണ്. അതിൻ്റെ പൊളിറ്റിക്സ് ആലോചിച്ച് നോക്കണം. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളാണ്. BJP അങ്ങനെയാണ് ജയിച്ചത്. 50% സ്ത്രീകൾക്ക് സംവരണം വേണമെന്നാണ് മറ്റൊന്ന് പറയുന്നത്. വേറെന്ന് പറയുന്നത് ഈ അദാനിയുടെയും റിലയൻസിൻ്റെയൊക്കെ ഇതിലാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്, കുറേ മാധ്യമങ്ങൾ. അല്ല, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടല്ലോ, ഗോഡി മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോളാണല്ലോ. അവർക്ക് ഓടിക്കുകയാണ് അവിടെ. ഇവരുടെ വേറൊരു ആവശ്യം ഈ ഗോഡി മീഡിയക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം എന്നാണ്. അവർക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വരുന്നത് പരിശോധിക്കണം എന്നാണ്. മറ്റൊന്ന്, ഈ കൂറുമാറുന്ന MP-മാർ ഇപ്പോൾ പ്രതിപക്ഷത്തെ ശിഥിലമാക്കിയിട്ട് ഭരണം നിലനിർത്താനുള്ള മോഡിയുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഈ MP-മാരുടെ 20 വർഷത്തേക്ക് അവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പാടില്ല. അതായത് ഇന്ത്യയിലൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയും ഡിമാൻഡ് ചെയ്യാത്ത, എന്നാൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ ഇത് അനിവാര്യമായ സംഗതികളാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഡിമാൻഡുകൾ ഇവർ വെച്ചു എന്നുള്ളതാണ്. ശരിക്കും ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ
നിരീക്ഷിക്കുകയായിരുന്നു. ഒരു പെട്ടെന്നൊരു പിടി കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് രാഹുൽ ഗാന്ധിയൊക്കെ അതിലോട്ട് ഇറങ്ങിയത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയം നേരത്തെ ഉന്നയിക്കുന്നുണ്ട്. നീറ്റിന് വേണ്ടി ഇത്തവണ മാത്രമല്ല, മുമ്പൊക്കെ നിരന്തര പ്രക്ഷോഭം നടത്തിയവരാണ്. പക്ഷേ കേരളത്തിലെ CPM ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് നേരെയാണ്. രാഹുൽ ഗാന്ധി എവിടെ? രാഹുൽ ഗാന്ധിനെ കണ്ടില്ലല്ലോ. അവരെ പ്രധാന എയിം BJPയോ ഇതൊന്നുമല്ല, ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ കൂടുക എന്നുള്ളതാണ്. ഇതിലൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾക്ക് ശ്രദ്ധ കിട്ടുന്നതിന് പരിമിതികളുണ്ട്. കാരണം കക്ഷി രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അവർ പലതും പറയുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അവിടെയാണ് ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് രംഗത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് പിന്തുണ കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടികളാണ്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ അതിൽ വന്നിട്ടുണ്ട്, പിന്തുണ കൊടുക്കാൻ. പക്ഷെ അവരുടെ കൂടെ പിന്തുണ ഉണ്ടെങ്കിലേ തങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവർക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്തോടുകൂടിയാണ് ഈ സമരം ഒരു ജനകീയ സമരമായി മാറിയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നാഷണൽ മീഡിയ ഇത് മൈൻഡ് ചെയ്തിട്ടില്ല, ഒരു നാഷണൽ മീഡിയയും മൈൻഡ് ചെയ്തിട്ടില്ല. കേരളത്തിലെ ചില മീഡിയാസ് കൊടുത്തിരുന്നു, ഇൻ്റർനാഷണൽ മീഡിയ കുറേയൊക്കെ കൊടുത്തിരുന്നു. സോഷ്യൽ മീഡിയയുടെ പവറിൽ മാത്രം നിലനിന്നാണ്. പിന്നെ അതിലേക്ക് സോനം വാങ്ചുക്ക് വരുന്നതോടുകൂടെയാണ് ചെറിയൊരു മാറ്റം വരുന്നത്. പുള്ളി ലഡാക്കിൽ നിന്നുള്ള വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. ഒരു വിദ്യാഭ്യാസ പരിഷ്കർത്താവ് എന്നുള്ള നിലക്ക്, പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള നിലക്ക് നേരത്തെ തന്നെ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ലഡാക്കിന് സംസ്ഥാന പദവി കിട്ടണമെന്നൊക്കെ വാദിക്കുന്ന ആളാണ് അദ്ദേഹം. നിരാഹാരം ജൂൺ 28 മുതൽ നിരാഹാരം ആരംഭിച്ചതോടുകൂടിയാണ് ഇതിൻ്റെ ഒരു ചിത്രം മാറുന്നത്. അപ്പോൾ അതുവരെ ആരും ഏറ്റെടുക്കാത്തൊരു സംഗതി, ഒരു പൊളിറ്റിക്കൽ ഫിഗർ, അദ്ദേഹത്തെ പൊളിറ്റിക്കൽ ഫിഗർ എന്ന് തന്നെ വിളിക്കാം, അദ്ദേഹം എന്ത് ചെയ്തു, എൻട്രി ചെയ്യുന്നതോടുകൂടെ കുറച്ചുകൂടെ ശ്രദ്ധ കിട്ടുന്നു. അദ്ദേഹത്തിന് ഒരു 20 days ആയപ്പോഴേക്കും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. കോടതി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റികൾ വരുന്നു. അപ്പോൾ അതിന് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്. സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിനും ചില പേരുകൾ പറയേണ്ടത് നിർബന്ധമാണ്. രഞ്ജിനി ഹരിദാസ്. നമുക്ക് മലയാളികൾ മൊത്തം ഒരു തെറ്റായ ധാരണയാണ് അവരെക്കുറിച്ച്. അവർ ഫെമിനിസ്റ്റാണ്, അവർ ഇങ്ങനത്തെ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ ചോദിക്കുന്നുണ്ട് എവിടെയാണ് പ്രതിപക്ഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ പോലീസ് ലാത്തിച്ചാർജ് നടക്കുന്ന സമയത്താണ് അവിടെ അറ്റൻഡ് ചെയ്തത്. അതുപോലെ മോഹൻലാലിൻ്റെ മകള് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി രഞ്ജിനിയുടെ പ്രസൻസും. അവരിപ്പോഴും അതിനുവേണ്ടി ഭയങ്കര സോഷ്യൽ അറ്റാക്ക് ഉണ്ട്, അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അറ്റാക്കൊക്കെ ഉണ്ട്. എന്നാലും അവർ പിടിച്ചു നിൽക്കുകയാണ്. അതെ, മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അവരിപ്പോൾ സൈബർ അറ്റാക്ക് നേരിട്ടുണ്ട്. അതെ, പൃഥ്വിരാജിന് കിട്ടിയത് എങ്ങനെയുണ്ടെന്ന് അച്ഛനോട് ചോദിച്ചു നോക്കൂ എന്നൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ കുറേ ആളുകൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ മുഖ്യധാര നടന്മാരോ ആരും ഇപ്പോഴും അത് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രകാശ് രാജ് മാത്രമാണ് അതിലൊരു ഇൻവോൾവ് ആയ ഒരു സിനിമാ താരം എന്നുള്ളത്. പുള്ളിക്ക് ആക്ഷൻ കട്ട് പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത്. ആക്ഷൻ കട്ടിൻ്റെ ഇടയിലാണ് പുള്ളി അഭിനയിക്കുകയെന്ന്. കട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ജീവിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ കുറേ ആളുകളെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സമരമാണിത്. അതായത് ജെൻസി ഏറ്റെടുത്തൊരു സമരം ഇന്ത്യയിൽ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല എത്രത്തോളം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ സോഷ്യൽ മീഡിയയിലൂടെ പൊളിറ്റിക്സ് പറയുന്നു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും എക്സിലുമൊക്കെ ഇൻസ്റ്റഗ്രാമിനൊക്കെ പൊളിറ്റിക്കൽ റൂളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ റൂളായിട്ട് ഇൻസ്റ്റഗ്രാമിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ഇതിൽ ജാതിയും മതവും തീവ്രവാദം, ജിഹാദി, പിന്നെന്താ ഖലിസ്ഥാൻ, ഇങ്ങനത്തെ സംഗതികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? BJP ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വളരെ കൃത്യമായിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുസ്ലിമായിട്ടുള്ള ആളുകൾ നിസ്കരിക്കുമ്പോൾ വെയിലത്തോ മഴയത്തോ കുട പിടിച്ചു കൊടുക്കുന്ന വിഷ്വൽ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സന്യാസിയും മതപണ്ഡിതനുമായിട്ടുള്ള ആളുകൾ, അവിടുത്തെ ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകൾ, എവിടെ നിന്നാണ് ഭക്ഷണം വരുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ട് ഓർഡർ ചെയ്യാം, ഡെലിവറി അവിടെ കൊടുക്കാൻ പറയാം. ഇവിടെ ഇരുന്ന് നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം. ജന്തർ മന്തർ ആർക്കാണ് ഫുഡ് എന്ന് വെച്ചാൽ എനിവൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്താൽ അവിടെ കിട്ടുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്ഷണത്തിന് യാതൊരു പ്രയാസമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇതൊക്കെ നിലവിലുള്ള ഭരണകൂടം തീർച്ചയായിട്ടും ചെറുതായിട്ട് ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ. ഇതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു തമിഴ്നാട്ടിൽ വിജയിൻ്റെ TVK വരുമ്പോൾ ഉണ്ടായിരുന്നത്. TVK കയ്യിലെടുത്ത് മൊത്തം
അവിടുത്തെ യങ് ജനറേഷനായിരുന്നു. ഇപ്പം ഞാനൊക്കെ ആ ഇലക്ഷൻ ക്യാമ്പയിൻ കാലത്ത് തന്നെ പറയും, ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയും അവിടെ ടി വിക്ക് ഒന്നും വരില്ല എന്ന്. അപ്പോൾ ഞാനൊക്കെ ഇൻസ്റ്റഗ്രാം നിരീക്ഷിക്കുന്ന നമുക്ക് മനസ്സിലാവും, സോഷ്യൽ മീഡിയ നോക്കുന്ന നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെയല്ല ട്രെൻഡ് എന്ന്. ഇൻസ്റ്റഗ്രാമിൽ അപ്പോഴും എന്തായിരുന്നു, ഈ ഭരണകൂടത്തിനെതിരെ ഈ യങ്സ്റ്റേഴ്സ്, ചെറിയ പിള്ളേർ, ജെൻസി കമ്മ്യൂണിറ്റി വിജയിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷെ അത് പ്രവചിക്കാൻ ഒരു സർവേക്ക് മാത്രമേ സാധിച്ചത്. ആ സർവേ എല്ലാവരും കളിയാക്കുകയും ചെയ്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവർ കൊണ്ടുപോയി. അപ്പോൾ അതേപോലെ ഒരു മൂവ്മെൻ്റ് ആണ് ഇതും. ഇത് ഒരു ഇലക്ഷനിലോട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇതിൽ പിന്നെ ഈ ജൻസിയുടെ ആവശ്യങ്ങൾ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടത് പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. RSSൻ്റെ സ്വന്തം ആളാണ് ധർമ്മേന്ദ്ര പ്രധാൻ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. പുള്ളി റിസൈൻ ചെയ്തിട്ടൊന്നും നടക്കില്ല എന്ന് പറയുന്നത്. അതെ, മെഹുവ മൈത്ര പറയുന്നുണ്ട്, മറ്റേ റിസൈനിങ് അല്ല ഇവർക്ക് പരിചയം, പിന്നെ മാപ്പെഴുതിയിട്ടേ പരിചയമുള്ളൂ എന്ന് പറയും. റെസിഗ്നേഷൻ എഴുതാൻ പോലും അറിയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ മതാതീതമായിട്ടുള്ളൊരു പിന്നെ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അതായത് രാജ്യത്തെ BJP വർഗീയതയിലും അതുപോലെ തന്നെ മുസ്ലിം വിദ്വേഷത്തിലൊക്കെ തളച്ചിടുന്ന ഒരു ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഹിന്ദു മുസ്ലിം ഭായ് എന്ന് പറയുന്ന പഴയ ഖിലാഫത്ത് സമരത്തിൻ്റെയൊക്കെ ഒരു മാതൃകയിലേക്ക് കേരളത്തിൽ ഇന്ത്യയിലെ ജൻസി പിള്ളേർ വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ രാജ്യത്ത് വർഗീയതയല്ല പ്രശ്നം, ദൈവങ്ങളല്ല, അമ്പലങ്ങളല്ല, മറിച്ച് ഞങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ വേറെയാണ്. ഇവിടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, പിന്നെ തൊഴിലില്ലായ്മയാണ്, പിന്നെ ഞങ്ങളുടെ പരീക്ഷകളാണ്. ഈ പരീക്ഷണങ്ങളാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഒരു ടീം വരികയാണ്. അത് ശുഭമായിട്ടുള്ള സൂചനയാണ്. അവിടെ പിന്നെ ഇത്തരം മുദ്രകുത്തലുകൾ ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ BJPക്ക് എല്ലാ കാലത്തും ഇപ്പോൾ CAA സമരത്തിൽ എല്ലാവരെയും തീവ്രവാദികളും ഭീകരവാദികളാക്കാൻ പറ്റിയിരുന്നു, അതുപോലെ തന്നെ മറ്റ് പല സമരങ്ങളിലും. പക്ഷേ ഇവിടെ ഇത്തരം മുദ്രകുത്തലുകൾ ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ പാറ്റയുടെ ചിത്രം വെച്ച് പ്ലക്കാർഡ് ഉയർത്തുന്നു, അംബേദ്കറുടെ ചിത്രം ഉപയോഗിക്കുന്നു, ഭരണഘടന ഉപയോഗിക്കുന്നു, ദേശീയ പതാക ഉപയോഗിക്കുന്നു, സഹന സമരം നടത്തുന്നു. ഗാന്ധിജിയുടെ സഹന സമരമാണ് പിന്നെ നടത്തുന്നത്. അടി കൊള്ളുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ചെറിയ കൊള്ളൽ വല്ലാതെ കൊള്ളുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളു, സ്വാഭാവികം. പഞ്ചാബികളൊക്കെ ഉണ്ടാവും സമരത്തിൽ സ്വാഭാവികം. ഇതിൽ എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത് ഈ ഗോഡി മീഡിയ ഇവർ അധിക്ഷേപിച്ച് വിടുന്നുണ്ട്. അവർ എക്സ്പോസ്ഡ് ആയത് മാത്രമല്ല, ഇവർ ആട്ടി വിടുകയാണ്. ഇവരുടെ പിന്നെ ഈ കോലെടുത്ത് വലിച്ചെറിയുന്നു, അവരെ പിന്നെ അധിക്ഷേപിച്ച് ഓടിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോഡി മീഡിയ എന്ന് വളരെ കൃത്യമാണ്. അപ്പോൾ അപമാനിതരായിട്ട് ഈ മാധ്യമപ്രവർത്തകർ ഓടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യയിൽ ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വാർത്ത വരില്ല എന്ന് ഈ ഏതെങ്കിലും മീഡിയക്ക് വിചാരിച്ചാൽ അത് നടക്കൂല എന്ന് ആ കാലം കഴിഞ്ഞു. അതായത് ഇവിടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണിനപ്പുറം അർണബ് ഗോസ്വാമിമാർ, നരേഷൻ, അവർ സൃഷ്ടിക്കുന്ന നരേഷൻ്റെ ആ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വിലക്കെടുത്ത മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് ഈ 4ാം തൂണ് എന്ന് പറയുന്ന തൂണിനപ്പുറത്ത് ഒരു 5ാം തൂണുണ്ട്. ആ തൂണാണ് സോഷ്യൽ മീഡിയ. ആ തൂണ് ഈ ജനാധിപത്യ ഇന്ത്യയെ നിലനിർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് പതുക്കെ എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നത്. നമുക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്യാം. പാർട്ടികൾക്ക് ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.